കലോത്സവത്തിൽ ഈ വർഷം ഉൾപ്പെടുത്തിയ 5 ഗോത്രകലകളിലൊന്നായ പളിയ നൃത്തം കളിച്ച പന്തല്ലൂർ സ്കൂളിലെ ടീമും അവരെ പരിശീലിപ്പിച്ച മഞ്ജുഷ ടീച്ചറുമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ടീച്ചർ, ഇത് ഏത് വിഭാഗത്തിൻ്റെ ഏത് നാട്ടുകാരുടെ കലാരൂപമാണിത്? ഇടുക്കി ജില്ലയിലെ കുമളിയിലെ പള്ളിയ ഗോത്രവിഭാഗത്തിൻ്റെ നൃത്തരൂപമാണ് ഇത്. ആ ഒരു ഭാഗത്ത് മാത്രമുള്ളതാണോ? ഈ ഭാഗത്ത് മാത്രമല്ല, കുമളിയിലെ പള്ളിയർ മാത്രമാണ് നൃത്തരൂപം കളിക്കുന്നത്. പിന്നെ എങ്ങനെ പന്തല്ലൂരിലെ കുട്ടികൾ ഇത് പഠിച്ചു? പന്തല്ലൂർ കുട്ടികളെ ഞാൻ യൂട്യൂബ് നോക്കി പഠിപ്പിച്ചു. യൂട്യൂബ് നോക്കിയിട്ട് തന്നെ പൂർണ്ണമായി പഠിപ്പിച്ചു, അല്ലാതെ അവരുമായിട്ട് വേറെ യാതൊരു ബന്ധമില്ല, ഗോത്രകലയുമായിട്ട് ബന്ധം ഇല്ല, തീരെ ബന്ധമില്ല. ഈ വർഷം കലോത്സവത്തിൽ ഉൾപ്പെടുത്തി അറിഞ്ഞപ്പോൾ പഠിച്ചതാണോ? അതെ, ഈ വർഷം കലോത്സവത്തിൽ 5 ഗോത്രകലകൾ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിലൊരു പള്ളിയ നൃത്തം നമുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു, അങ്ങനെ ചെയ്തതാണ്. കുട്ടികൾ പെട്ടെന്ന് പഠിച്ചെടുത്തോ? എന്നിട്ട് പെട്ടെന്ന് ചെയ്യാനും പറ്റിയിട്ടുണ്ട്. അവരാരും ആദ്യമേ ഡാൻസ് കളിക്കുന്നവരല്ല. എന്നിരുന്നാലും നന്നായിട്ട് എൻ്റെ കുട്ടികൾ നന്നായിട്ട് ശ്രമിച്ചു, അവർ പരിശീലിച്ചു, അവർ തന്നെ നന്നായിട്ട് കളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ഇത് പരിശീലിക്കുമ്പോഴൊക്കെ? നല്ലതായിരുന്നു. ആദ്യമായിട്ട് ആണ്. അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ഗോത്രകല കളിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്തായിരുന്നു റിയാക്ഷൻ? ആദ്യം പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു, പിന്നെ അത് വഴങ്ങി അങ്ങനെ ഇപ്പോൾ ശീലമായി. മുന്നേ കേട്ടിട്ടുണ്ടോ ഇങ്ങനെ ഒരു പളിയ നൃത്തം എന്നുള്ളത്? ആദ്യമായിട്ടായിരുന്നു. അപ്പോൾ പഠിക്കാന്ന് പറഞ്ഞപ്പോൾ റെഡി ആയിരുന്നു. ആ പാട്ടൊക്കെ അങ്ങനെ പഠിച്ചെടുത്തു അല്ലേ? അപ്പോൾ ഇത് പഠിപ്പിച്ചെടുക്കുമ്പോൾ ഇതിന്റെ കോസ്റ്റ്യൂം കാര്യങ്ങളൊക്കെ എല്ലാം യൂട്യൂബ് നോക്കി തന്നെയാണോ പഠിച്ചത്? അതെ, കോസ്റ്റ്യൂം എല്ലാം നമ്മുടെ സ്കൂളിലെ വർക്ക് എക്സ്പീരിയൻസ് ടീച്ചറായ നസ്മ ടീച്ചറും അതുപോലെ ആർട്ടിൻ ടീച്ചറായ പ്രവീൺ മാഷുമാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ തന്നെ പൂർണ്ണമായിട്ട് ഉണ്ടാക്കിയെടുത്തതാണോ? ഇതെല്ലാം ഞങ്ങൾ തന്നെ പൂർണ്ണമായിട്ട് ചെയ്തെടുത്തതാണ്. ഒരു ഗോത്രകല പുതുതായി പഠിക്കുമ്പോൾ അല്ലെങ്കിൽ അത് പഠിപ്പിക്കുമ്പോൾ എന്തായിരിക്കും ഒരു അനുഭവം? ആ ഒരു ഗോത്രത്തെ പറ്റി കൂടുതൽ പഠിച്ചിട്ടാണോ അല്ലെങ്കിൽ നേരിട്ട് അവരുടെ കലയെ മനസ്സിലാക്കണോ? എന്താ ആ ഗോത്രത്തെയും കുറിച്ച് പഠിക്കാനും പറ്റി, അവരുടെ കലാരൂപത്തെയും കുറിച്ച് പഠിക്കാൻ പറ്റി, നന്നായിട്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റി അവരെ കുറിച്ച്. ഇത് കളിച്ചപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഇത് ജില്ലയ്ക്ക് പോയപ്പോൾ ഒരു ദിവസം കൊണ്ട് പഠിക്കേണ്ടൊക്കെ ഒരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പാടി ആദ്യം ഒരട്ട എഴുതിയിട്ട് പിന്നെ പാടി അത് അങ്ങനെ ശീലമായി. പെട്ടെന്ന് പഠിച്ചെടുത്തോ? ഇങ്ങനെ സാധനം ആദ്യം കേട്ടപ്പോൾ പളിയ നൃത്തം കളിക്കാന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഇല്ലാന്ന് പറഞ്ഞിരുന്നു, അങ്ങനെ എന്തെങ്കിലും തോന്നിയിരുന്നു? പെട്ടെന്ന് പേടി തോന്നിയിരുന്നു? എന്താ സംഭവം എന്നറിയാതെ ആർക്കും അങ്ങനെ പെട്ടെന്ന് സ്റ്റെപ്പ് ഒന്നും കിട്ടിയായിരുന്നില്ല. ഇത് ആദ്യമായിട്ട് കാണുന്ന ഒരു സംഭവം ആയതുകൊണ്ട് എല്ലാവരും ഭയങ്കര എഫേർട്ട് എടുത്തിട്ടാണ് ഈ ഒരു സ്റ്റേറ്റ് വരെ എത്തിയതും ഇവിടുത്തെ സ്റ്റേജിൽ നന്നായിട്ട് പെർഫോം ചെയ്തതും ഭയങ്കര നല്ല എഫേർട്ട് കൊണ്ടാണ്. ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് അത് എന്താണെന്ന് അറിയില്ലായിരുന്നു. ഇങ്ങനൊരു ഗോത്രവർഗ്ഗം ഉള്ളത് തന്നെ ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് അറിയുന്നത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആദ്യമായി ഉൾപ്പെടുത്തിയ ഇനം ആദ്യമായി ചെയ്യുന്നതിൻ്റെ ഒരു ആലസ്യമില്ലാതെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മടുപ്പുമില്ലാതെ ഇവർ വളരെ ഭംഗിയായിട്ടാണ് ഇവർ കളിച്ചത്.